തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗിയോട് അവഗണന. വയറ്റിലെ മുഴ നീക്കം ചെയ്യുന്നതിനായി ശസ്ത്രക്രിയയ്ക്കായി എത്തിയ രോഗിക്ക് വീൽചെയർ നൽകിയില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ട്യൂബ് ഇട്ട് അബോധാവസ്ഥയിൽ SITയിലെത്തിയ പൂവാർ സ്വദേശിനി അഞ്ജുവിനോടായിരുന്നു ക്രൂരത. SITയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ഒപ്പമുണ്ടായിരുന്നവരുടെ സഹായത്താലാണ് രോഗിയെ 3ാം നിലയിൽ എത്തിച്ചത്. രശ്മി കാർത്തിക് ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, എന്താണ് നമ്മുടെ ആശുപത്രികളിൽ സംഭവിക്കുന്നത് എന്നത് വലിയ ആശങ്കയാകുന്നു. വീണ, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ചികിത്സ നിഷേധിക്കുക അല്ലെങ്കിൽ രോഗികളോട് അവഗണന കാട്ടുക. ഇത് പൂവാർ സ്വദേശി അഞ്ജുവിനോടായിരുന്നു ഈ ക്രൂരത. അഞ്ജു കുറച്ചു നാളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SITയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. വയറ്റിലെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അഞ്ജു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഗർഭപാത്രത്തിന് പുറത്തുള്ള ഒരു മുഴ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്കാണ് എത്തിയത്. ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടക്കുന്നത് SITയിലെ 3ാം നിലയിലാണ്. അഞ്ജു എത്തി സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പോയി അവിടെ നിന്നും ട്യൂബ് ഇട്ടതിന് തുടർന്ന് ഇവർക്ക് രക്തസ്രാവം ഉണ്ടാവുകയും പിന്നീട് അബോധാവസ്ഥയിലാവുകയും ചെയ്തു. പിന്നീട് SITയിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നും SITയിലേക്ക് അഞ്ജു എത്തുന്നു. അവിടെ എത്തിയപ്പോഴാണ് നടന്നു കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ലിഫ്റ്റിൽ തന്നെ പോകണമെങ്കിൽ വീൽചെയർ ഇല്ലാതെ കഴിയില്ല എന്ന് സെക്യൂരിറ്റി ജീവനക്കാരോട് പറയുന്നത്. പക്ഷേ വീൽചെയർ ഇല്ല, അല്ലെങ്കിൽ വീൽചെയർ നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരുടെ മറുപടി. മാത്രമല്ല, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചത് എന്നുള്ളതും ഈ അഞ്ജുവിന്റെ കുടുംബവും ആരോപിക്കുന്നുണ്ട്. പിന്നീട് അവിടെ സമീപമുണ്ടായിരുന്ന ആളുകൾ, അതായത് ആശുപത്രിയിൽ മറ്റ് ചികിത്സയ്ക്കായി എത്തിയവരുടെ സഹായത്തിലാണ് അഞ്ജുവിനെ 3ാം നിലയിലേക്ക് എത്തിച്ചത്. ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ ട്യൂബ് ഇട്ട് രക്തസ്രാവത്തോടു കൂടി എത്തി തീരെ ഗുരുതരാവസ്ഥയിൽ എത്തിയ രോഗിയോടാണ് ഇത്തരത്തിൽ ഒരു അവഗണന കാണിച്ചിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിരം സംഭവമാണ്. മാത്രമല്ല, അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ വളരെ മോശമായി ഗുണ്ടായിസം കാണിക്കുന്നത് പോലെ അവിടെ ചികിത്സ തേടി എത്തുന്ന രോഗികളോട് പെരുമാറുന്നു എന്നുള്ളത് വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. CPM അനുഭാവികളാണ് കൂടുതലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരായി ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ രോഗികളോട് തീർത്തും അവഗണിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രെച്ചറോ അല്ലെങ്കിൽ വീൽചെയറോ ഒന്നും നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അടുത്തിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഹൃദയാഘാതം സംഭവിച്ചു ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി രാത്രി ഏതാണ്ട് 1 മണിക്ക് ആശുപത്രിയിൽ എത്തിയ രോഗി പുലർച്ചെ 6-7 മണി വരെയും ചികിത്സ ലഭിക്കാതെ ആശുപത്രിയിൽ തുടരുന്നൊരു സാഹചര്യം. പിന്നീട് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ആ കുടുംബമായ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനു മുൻപാണ് ഇത്തരത്തിലൊരു ശരീരമാസകലം ഏതാണ്ട് 80% പൊള്ളലേറ്റ ഒരു രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ഏതാണ്ട് 1 മണിക്കൂറോളം വീൽചെയറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഉള്ള ചികിത്സാ പിഴവുകളും ഒപ്പം തന്നെ ഈ അവഗണിക്കുക, രോഗികൾ എത്തുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകാതെ അവരോട് അവഗണന കാണിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഇത്തരത്തിൽ തുടർക്കഥയാവുകയാണ്. ഏതായാലും കുടുംബം പരാതി നൽകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വീണ. ശരി രശ്മി.